പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമായി. തുടർച്ചയായി രണ്ടാം ദിവസവും അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണം തുടരുകയാണ്. ഇതിനിടെ US ആക്രമണങ്ങൾക്ക് പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രഖ്യാപിച്ചു. സമാധാന കരാറിലേക്കുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലാത്തപക്ഷം കൂടുതൽ സൈനിക നടപടികൾ, അതിശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെയുള്ള കടൽ ഗതാഗതം നിർത്തിവെച്ചതായി ഇറാന്റെ സൈനിക നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ലെന്നും കടൽ ഗതാഗതം സാധാരണ നിലയിൽ തുടരുകയാണെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡും വ്യക്തമാക്കി. ഒരു കപ്പലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും US അവകാശപ്പെടുകയാണ്. കടലിടുക്കിന് സമീപം ഏറ്റുമുട്ടലുകളും സ്ഫോടനങ്ങളും നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും പറയുന്നു. വ്യാഴാഴ്ച പുലർച്ചെ ഇറാനിലെ വിവിധ സൈനിക ആശയവിനിമയ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ടുനിന്ന സൈനിക നടപടിക്ക് പിന്നാലെ മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് താൽക്കാലികമായി വ്യോമപാത അടച്ചെങ്കിലും പിന്നീട് സർവീസുകൾ പുനഃസ്ഥാപിച്ചു. ഇതിനിടെ ഒമാൻ തീരത്തിന് സമീപം ഇറാനിയൻ ചരക്ക് ബാർജിന് നേരെയും മിസൈൽ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. ബാർജിലുണ്ടായിരുന്ന 5 ജീവനക്കാരെയും സമീപ കപ്പലുകൾ രക്ഷപ്പെടുത്തി ഒമാനിലേക്ക് മാറ്റിയതായി ഇറാൻ അറിയിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് വിവരം. ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച അമേരിക്ക-ഇറാൻ സംഘർഷം ഇപ്പോൾ 4ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു എന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.